വിശുദ്ധ ഖുർആനിലെ കരച്ചിൽ ഒരുപാടുണ്ട്. വ്യാജ കരച്ചിലുണ്ട്. ചില ആളുകൾക്ക് വ്യാജ കരച്ചില്. വാപ്പാന്റെ മുമ്പില് സഹോദരന്റെ കുപ്പായത്തില് ആടിനെടുത്തിട്ട് രക്തം പുരട്ടി വന്ന 10 മക്കള് കരഞ്ഞ കരച്ചില്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു യബ്കൂൻ വജാഉ ബിഖമീസി. ആ കമീസുമായിട്ട് അവര് വന്നപ്പോ ഇശാഅൻ, അവര് രാത്രി കമീസും കൊണ്ട് വരുമ്പോ അവരുടെ വികാരത്തെ പറ്റി പറഞ്ഞത് യബ്കൂൻ, അവര് കരയായിരുന്നു എന്നാണ്. ആ കരച്ചിൽ വ്യാജമല്ലേ പ്രിയപ്പെട്ടവരെ? വ്യാജ കണ്ണുനീരുണ്ട്. വ്യാജ കണ്ണീരിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. അത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യാജ കണ്ണുനീരുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലായിട്ട് അറഫൂ മിനൽ ഹഖ്, സത്യം മനസ്സിലായിട്ട് കരയുന്നവരുണ്ട്. ഇനി ഒന്നുമില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്. പള്ളിക്ക് സംഭാവന ഒതുക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ല, അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ നേരത്ത് ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ കരയുന്നവരുണ്ട്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു സൂറത്ത് തൗബയില്, ചില ആളുകൾ ചെലവഴിക്കുന്നത് കാണുമ്പോ പടച്ചോനെ ഒരു 50,000 രൂപ കൊടുക്കാൻ എനിക്ക് കഴിവില്ലല്ലോ അല്ലാ, അതിന്റെ പേരിൽ കരയുന്ന ആത്മാർത്ഥതയുടെ കണ്ണുനീരുണ്ട്. ഖുർആൻ പറഞ്ഞ കണ്ണുനീരാണ്. പിന്നെ ഖുർആൻ കേൾക്കുമ്പോ കരയുന്നവരുണ്ട്. കരച്ചിൽ ഒരുപാട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ 7 കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്ന 7 കരച്ചിലിനെ പറ്റി പറയുന്നുണ്ട്. ചിരിയുണ്ട് അതുപോലെ തന്നെ. ചില ആളുകൾ ചിരിക്കും. ആ ചിരിയെ പറ്റിയിട്ടും ഖുർആൻ പറയുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5ഓ 4ഓ ഭാഗങ്ങളിൽ ആ ചിരിയെ പറ്റിയും പറയുന്നുണ്ട്.